സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ കർമ്മ ന്യൂസിൻ്റെ ഒരു വീഡിയോ കാണാനുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടണമെന്ന് കണക്കാക്കിയത്. ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 48 മണിക്കൂറിനകം ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗസ തരിപ്പണമാക്കും, ശ്മശാന ഭൂമിയാക്കും, രാസായുധം പ്രയോഗിക്കും, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ബന്ദികൾ 2 വർഷമായിട്ട് ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. ലോകത്തിലെ വൻ ശക്തിയാണ് അമേരിക്ക. ഇസ്രയേൽ എന്ന് പറയുന്നത് അതിനെ കഴിഞ്ഞേ വേറെ ഏത് രാജ്യവും ഉള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അതായത് ഗസയിൽ യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനികളും കേരളത്തിലെ കാസയും പിന്നെ സംഘപരിവാറുകാരുമാണ്. അവരാണ് യുദ്ധം ചെയ്യുന്നത്, അല്ല വേറെ. ഇസ്രയേലും പിന്നെ ഫലസ്തീനികളുമായിട്ടല്ല യുദ്ധം നടക്കുന്നത്. പിന്നെ ഫലസ്തീനികളും കേരളത്തിലെ കാസയും പിന്നെ സംഘപരിവാറുകാരുമാണ്. അവർ സന്തോഷിക്കുകയാണ്. അതായത് ഫലസ്തീനിലെ കുട്ടികളെ, സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഇവർ സന്തോഷിക്കുകയാണ്. എന്താണ് മനുഷ്യന് വന്ന അവസ്ഥ? മനുഷ്യന്റെ ആ രോഗം, അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സൈസ് രോഗമാണ്, മാനസികമായ രോഗമാണ്. ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇതൊക്കെ മാനസിക രോഗത്തിന് ചികിത്സയാണ് ചെയ്യാനുള്ളത്. അതായത് ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൂട്ടുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. അതേസമയം ഇന്ത്യയിലോ വേറെ ഏതെങ്കിലും ഒരു രാജ്യമോ ഇസ്രയേലിൽ ആയിരുന്നാലും ശരി, 2-3 പേര് മരിച്ചാൽ അത് ഭയങ്കര ദുഃഖവും വിഷമവും ഉണ്ടാക്കുന്നതാണ്. അവർക്ക് വിഷമം ഉണ്ടാവും. ഗസയിലാണെങ്കിൽ, അതെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്താണെങ്കിൽ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ചെറിയ ഉരസൽ നടന്നു ബോർഡറിൽ. അപ്പോൾ ഒരുപാട് പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ അഫ്ഗാൻ കീഴടക്കി. അവിടെ 70 പാകിസ്ഥാനി പട്ടാളക്കാരെ കൊന്നു. അത് ചത്തു, 70 പേര് ചത്തു എന്നൊക്കെയാണ് കർമ്മ ന്യൂസും തത്വമയി എന്നൊക്കെ കുറേ പിന്നെ ചാനലുകളുണ്ട്, അവരൊക്കെ ഇതെന്ന് പറയുന്നത്. അതായത് മനുഷ്യരെ ജാതിയും മതവും വർഗവും നോക്കി, വർണ്ണവും നോക്കിയാണ് ഇവർ അളക്കുന്നത്. അപ്പോൾ അവരെ കൊന്നു, അവരെ കൊല്ലണം. മറ്റവരെ കൊല്ലാൻ പാടില്ല, അവർ ചാകാൻ പാടില്ല. എന്താണ് മനുഷ്യന്മാരെ നിങ്ങളുടെ അവസ്ഥ? അതായത് ഫലസ്തീനിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഫലസ്തീനികളും ഇസ്രയേലികളുമായിട്ടാണ്. അത് എന്താണ്, എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ചരിത്രം അറിഞ്ഞുകൂടാത്ത, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഈ ചെറ്റുകൾക്ക് കാസയായിരുന്നാലും ശരി, ഈ സംഘപരിവാറുകാരായിരുന്നാലും അവർ ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തി നമ്മുടെ രാജ്യം കൊള്ളയടിച്ച് കൊണ്ടുപോയി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യയെ മുച്ചൂടം മുടിച്ചു കൊണ്ടുപോയി